കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ ഭാര്യയായി തീരും മുമ്പേ അവളെന്റെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിന്നതാ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാ, ഞാൻ താലി കെട്ടിയത് അവളുടെ അനിയത്തി ശ്രേയയ്ക്കാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നപ്പോഴും എനിക്കൊരിക്കലും ശ്രേയയെ ഭാര്യയായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. പകരം ഓരോ ക്ഷണവും ഓരോ നിമിഷവും വൈദേഹി മാത്രമായിരുന്നു എന്റെ മനസ്സ് നിറയെ. അങ്ങനെ ഇരിക്കുമ്പോ വൈദേഹി തന്നെയാ ഞാൻ താലി കെട്ടിയതെന്നും ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെയാ എനിക്ക് എന്റെ ഭാര്യയായി കെട്ടിയതെന്ന് അറിഞ്ഞപ്പോ സന്തോഷമായി. പെട്ടെന്ന് ദേ വേറൊരു ടേണിംഗ് പോയിന്റ്. ഓർമ്മ വെക്കാത്ത കാലത്ത് ഞാൻ താലി കെട്ടിയതാന്നും പറഞ്ഞ് വേറൊരു പെൺകുട്ടിയെ കൊണ്ട് എന്റെ മുമ്പിൽ നിർത്തിയിരിക്കുക. ഇനി അവളെയും ഭാര്യയായിട്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞ് എന്റെ വൈദേഹിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റാർക്കും അങ്ങനെ ഒരു സ്ഥാനം നൽകാൻ എനിക്കാവില്ല. വൈദേഹിയെ മാറ്റി നിർത്തണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. വൈദേഹിയോടൊപ്പം തന്നെ മാളവികയ്ക്ക് നിന്റെ ഭാര്യയുടെ സ്ഥാനം നൽകണമെന്നല്ല ഞങ്ങൾ പറഞ്ഞുള്ളൂ. പങ്കുവെക്കാനായിട്ട് ഇത് സ്വത്തോ പണമൊന്നും അല്ലല്ലോ അമ്മേ, ജീവിതമാ, എന്റെ മനസ്സാ. ഒരാളുടെ സ്ഥാനത്ത് മറ്റൊരാൾക്കും കൂടി സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞ അതിന് പങ്കുവെക്കൽ എന്നല്ല പറയാമേ, മറ്റൊരു പേര് കൂടിയുണ്ട്. വൈദേഹി മാത്രമാണ് എന്റെ ഭാര്യ. മാളവികയെ ഒരു സഹോദരിയായിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റൂ. ഒരിക്കലും അവൾക്ക് എന്റെ ഭാര്യയുടെ സ്ഥാനം കിട്ടില്ല. എന്റെ ജീവിതം പങ്കുവെക്കാൻ വൈദേഹി മാത്രം മതി. അമ്മേ, അച്ഛാ, ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ പലവട്ടം നിങ്ങളോട് പറയണമെന്ന് കരുതിയതാ. പക്ഷെ അത് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കരുതുമെന്ന് വിചാരിച്ച ഇതുവരെ പറയാതിരുന്നേ. ഇപ്പൊ ഇത്ര സീരിയസ് ആയിട്ട് ചോദിച്ചോണ്ടാ എന്റെ തീരുമാനം ഞാൻ പറഞ്ഞേ. ഇതിലിനി മറിച്ചൊരു ചിന്ത ഉണ്ടാവില്ല. ദയവ് ചെയ്ത് ഇനി ഇക്കാര്യത്തെക്കുറിച്ച് എന്നോട് ആരും സംസാരിക്കരുത്. ദേവാ, ഇവന് ഞാൻ എങ്ങനെ എന്റെ വലയിലാക്കും? ഞാൻ വിചാരിച്ചിട്ട് ഇന്ന് വരെ ആരെയും എന്റെ വലയിലാക്കാതിരുന്നിട്ടില്ല. അവൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കൊട്ടാരം വീട്ടിൽ അനന്തരാവകാശി എങ്ങനെ മാളവികയിൽ നിന്നുണ്ടാവും? അതിന് എന്തോ ഒരു പോംവഴി. എങ്ങനെ അവനൊന്ന് സമ്മതിപ്പിക്കുക? ഇതാ ചേച്ചി നടന്നത്. മാധവ, സത്യമാണോ? ദേവേട്ടൻ അങ്ങനെ തന്നെയാണോ പറഞ്ഞേ? അയ്യോ അതെ ചേച്ചി, ഞാൻ അവിടെ നിന്ന് എല്ലാം കേട്ടതല്ലേ. ചേച്ചീനല്ലാതെ വേറെ ആരെയും അച്ഛന് വേണ്ടത്രേ. അച്ഛന്റെ അമ്മയുടെയും മുഖത്തോക്കി പറഞ്ഞു. അപ്പ അവരുടെ മുഖം കാണേണ്ടതായിരുന്നു. മച്ചാന് വൈദേഹി ചേച്ചി അത്രയ്ക്ക് ഇഷ്ടാ.
മനസ്സ് നിറഞ്ഞിട മാധവ, അല്ലെങ്കിൽ സത്യം അറിയാതെ ഞാൻ കിടന്ന് പിടഞ്ഞു ചത്തേനെ. അച്ഛന്റെ അമ്മയുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് എന്തിനാ കള്ളം പറഞ്ഞേ? ദേവേട്ടനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചേച്ചി പാവല്ലേ, വിട്ടുകള ചേച്ചി. മച്ചാനെ ഒന്നും പറയണ്ടട്ടോ. ചേച്ചിയെ ചിലപ്പോ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. കളിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ? പെടഞ്ഞു പോയില്ലേ ഞാൻ? എന്റെ ശ്വാസം പോലും നിന്ന പോലെയായി. ഇനി ദേവേട്ടൻ എന്റെ അടുത്ത് ഇതുപോലെ കളിക്കരുത്. ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കിക്കോ. നീ പൊക്കോ. ചേച്ചി 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 യെസ്, കം ഇൻ. നീയാ? അല്ല, നീ നേരത്തെ ചാടിത്തുള്ളി പുറത്തേക്ക് പോയതാണല്ലോ. വാതില് മുട്ടുന്ന കേട്ടപ്പോ ഞാൻ മാളവിയാന്നാ വിചാരിച്ച. ആഹാ, അതിരിക്കട്ടെ, വാതിലെന്തിനാ കുറ്റിയിട്ടെ? അതെ, അച്ഛനെ അമ്മേനെ അനുസരിക്കേണ്ടത് മോന്റെ കടമയാ. ദേ, അതിന് തടസ്സം നിൽക്കല്ലേ. ദേവേട്ടനെ ഞാൻ തെറ്റു പറയുന്നൊന്നുമില്ല. അതിരിക്കട്ടെ, അമ്മ എന്താ പറഞ്ഞേ? അമ്മ എന്താ പറയാനാ? ഞാനത് പറഞ്ഞല്ലോ. ആ മാളവികനെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കണോന്ന് തന്നെ പറഞ്ഞേ. അതെയോ? അപ്പൊ അതിന് ദേവേട്ടൻ എന്താ പറഞ്ഞേ? ഞാൻ അതെ, നീ കുറച്ചൊക്കെ മാറി അടുത്തേക്ക് വരല്ലേ. ഒരു പ്രശ്നം വരുമ്പോ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പരിഹരിക്കണ്ടേ? അതെയോ? എന്നിട്ട് എന്താ പറഞ്ഞേ? ദേവേട്ടൻ എന്താ പറഞ്ഞേന്ന്? അത് ഞാൻ നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ വൈദേഹി. അച്ഛനെ അമ്മേനെ അനുസരിക്കാത്തൊരു മോനല്ലല്ലോ ഞാൻ. ഞാൻ ശരിയെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞല്ലേ? ശരിയെന്ന് പറഞ്ഞോന്ന്? ശരിയെന്ന് പറഞ്ഞല്ലേ? ശരിയെന്ന് പറഞ്ഞോ? ശരിയെന്ന് പറഞ്ഞോ? ശരിയെന്ന് പറഞ്ഞോ? ശരിയെന്ന് പറഞ്ഞോ? ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഞാൻ പരിഹരിച്ചതല്ലേ. അച്ഛനെ അമ്മേനെ അനുസരിക്കണമെന്ന് നീ തന്നെയല്ലേ എപ്പോഴും പറയാറ്? വിടുവേദേഹി, ശ്വാസം വിടുന്നു. നീ എന്നെ കൊല്ലാൻ പോയിരുന്നോ? നിന്നെ ഞാൻ വേണ്ട, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അച്ഛനും അമ്മയും എന്താ പറഞ്ഞെന്നും അതിന് ദേവേട്ടൻ എന്താ പറഞ്ഞെന്നും മാധവനെല്ലാം കേട്ടതാ. അവനെല്ലാം എന്നോട് പറഞ്ഞു. അത് ശരി. അപ്പ സാറ് കാര്യങ്ങളൊക്കെ ലീക്കായി അറിഞ്ഞു എന്നർത്ഥം. അതെ, കണ്ണീന്ന് കണ്ണീര് ലീക്കായി പോയി, ഹൃദയത്തിൽ നിന്ന് ജീവൻ ലീക്കായി പോയി. എന്നാലും ഇങ്ങനെയുള്ള കാര്യത്തിന് ആരെങ്കിലും കളിക്കോടാ? എന്തുമാത്രം പേടിച്ചെന്നറിയോ? ആത്മഹത്യ ചെയ്താലൊന്ന് വരെ തോന്നിപ്പോയി. ഞാൻ ദേഷ്യപ്പെടാതോ, ബിപി കൂടും മോളെ. ഒന്നും സത്യമല്ലാന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ വഴക്കടിക്കുന്നത്? മനസ്സിലായി. എന്നാലും ഇപ്പോഴെന്റെ നെഞ്ചിലെ പേടി മാറിയിട്ടില്ല. തൊട്ടോക്കെ ചത്തുപോയാലോന്ന് വരെ തോന്നി. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യത്തിൽ കളിക്കല്ലേ. ഞാൻ പിന്നെ ഉണ്ടാവില്ല. വൈദേഹി, എന്താ ഇങ്ങനെ? നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഞാൻ. നീ അത് ഇത്രയ്ക്ക് സീരിയസ് ആക്കിയാൽ എങ്ങനെയാ? ആയിക്കോട്ടെ, ഇനിയിപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടാലോ, നീ അത് വിശ്വസിക്കുവോ? എന്റെ വൈദേഹിക്കല്ലാതെ ഈ ഹൃദയത്തിൽ വേറൊരാൾക്കും ഒരു സ്ഥാനം ഉണ്ടാവില്ല. നന്നായിട്ടറിയാലോ. പറയടി. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അച്ഛൻ്റെ ഒരു വാക്ക് പോലും ഞാൻ ധിക്കരിച്ചിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാ നിനക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നേ. അതിലെനിക്ക് വിഷമവുമില്ല. കാരണം എൻ്റെ മനസ്സിൽ നിന്റെ സ്ഥാനം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാ. അത് ഞാൻ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തന്നേ ഉള്ളൂ. അല്ലാതെ അവരെ ധിക്കരിക്കുകയാണെന്നൊന്നും എനിക്കപ്പോൾ തോന്നിയേയില്ല. അച്ഛനും അമ്മയും മാത്രമല്ല, ഇനി ആ ദൈവം തന്നെ താഴെ ഇറങ്ങി വന്ന് പറഞ്ഞാലും എൻ്റെ ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. എൻ്റെ ഈ ജീവിതത്തിൽ വൈദേഹിക്കല്ലാതെ വേറൊരാൾക്കും ഒരു സ്ഥാനം ഉണ്ടാവില്ല.
ഉം? ദേവേട്ടൻ എന്താന്നും ദേവേട്ടൻ എന്നോടുള്ള സ്നേഹം എന്താണെന്നും മനസ്സിലാക്കിയിട്ടും ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിപ്പോയി. സാഹചര്യങ്ങൾ എങ്ങനെ മാറി മറിഞ്ഞാലും നമ്മുടെ ബന്ധത്തിൽ മാറ്റം ഉണ്ടാവുമോ? നമ്മുടെ സ്നേഹത്തിന് മാറ്റം കുറയോ? ഇല്ലല്ലോ. ഇനി ജീവൻ പോയാലും നമുക്കിടയിൽ ആർക്കും നുഴഞ്ഞു കയറാനാവില്ല. അത് മാത്രം വിശ്വസിക്കേ. എന്നാലേ ഒരു പക്ഷേ നാളെ ശരിക്കുള്ള മുറപ്പെണ്ണ് കേറി വന്നാലും അവളെ കൂടെ കൂട്ടില്ലല്ലോ. അയ്യോ എന്റെ അമ്മേ. പിന്നെ എന്തിനാ ഈ മുറപ്പെണ്ണിന്റെ കഥ? ഈ മാളവിക ശാന്തി അമ്മായിയുടെ മോളാണെന്നാ ഇവിടെ എല്ലാരും വിശ്വസിച്ചിരിക്കുന്നേ. എന്നിട്ട് എന്റെ ഭാര്യയുടെ സ്ഥാനം കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തായിരുന്നു. പിന്നെന്താ പ്രശ്നം? അതുപോലെ തന്നെ ഈ മാളവിക പൊള്ളയാണെന്നും നാളെ ശരിക്കുള്ള മാളവിക കയറി വന്നു എന്നും ഇരിക്കട്ടെ, എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അതല്ലടി, ഞാൻ ഇത്രയും വ്യക്തമായിട്ട് എന്റെ അമ്മയോടും അച്ഛനോടും പോലും പറഞ്ഞിട്ട് വെറുതെ ആ മാളവികയുടെ കാര്യവും പറഞ്ഞ് നമ്മുടെ സമയം എന്തിനാ മോളെ കളയുന്നേ? അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് വിട്ടേക്ക്. അതുകൊണ്ടല്ല ദേവേട്ടാ. പിന്നെ എന്റെ പൊന്നോ, അത് വിട്ടുകളാ. ദേ ഇനിയെന്നും നീ ഞാനും മാത്രം, അതിലൊരു മാറ്റമില്ല. ഇനി ഈ മാളവിക ആരാണെന്നോ അവൾ ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ ആണെന്നോ എനിക്കറിയേണ്ട ഒരു കാര്യമില്ല. എന്താ പോരെ? എന്നാ ചിരിക്ക്, ഒന്ന് ചിരിക്കടി. That's my wife. ഒരേ ഒരു ജീവിതം, ഒരേ ഒരു മനസ്സ്, ഒരേ ഒരു ഭാര്യ. അവിടെ മറ്റാർക്കും സ്ഥാനമില്ല. എന്റെ വൈദേഹിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റാർക്കും അങ്ങനെ ഒരു സ്ഥാനം നൽകാൻ എനിക്കാവില്ല. ദേവൻ പറഞ്ഞത് കേട്ട് എന്നേക്കാ കൂടുതൽ ഈ കിളവിയാണല്ലോ വിഷമിക്കുന്നത്. കിളവിയുടെ മനസ്സിൽ എനിക്ക് നല്ലൊരു സ്ഥാനമുണ്ട്. ഇതിലൊരു 1% ദേവന്റെ മനസ്സിൽ കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ അത് ഞാൻ 100% ആക്കിക്കോളാം. എന്ത് ചെയ്യാനാ, ആ 1% വേണ്ടി കിടന്ന് പാടുപെടേണ്ടി വരുവാണല്ലോ. അമ്മായി, എന്തിനാ അമ്മായി കരയുന്നേ? ഇത് കാണുമ്പോ എനിക്ക് സങ്കടം വരുന്നു. സങ്കടപ്പെടാതെ എന്ത് ചെയ്യാനാ? ഈ വീടിനൊരു അനന്തരാവകാശിയെ കിട്ടാൻ ഞാൻ എത്ര കൊതിക്കുന്നുണ്ടെന്ന് അറിയോ നിനക്ക്? അത് നിന്റെ വയറ്റിൽ നിന്ന് ജനിക്കണമെന്ന് ഞാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയോ? പക്ഷെ ദേവൻ നിന്റെ ഭാര്യയെ അംഗീകരിക്കുന്നില്ലെന്നല്ലേ പറയുന്നത്? എന്റെ സ്വപ്നങ്ങളെല്ലാം വെറുതെയായി. നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങളുടെ ആദ്യ രാത്രി തന്നെ ഞാൻ പ്ലാൻ ചെയ്തത്. അതിരിക്കട്ടെ, അന്ന് എന്തെങ്കിലും നടന്നായിരുന്നു മോളെ? അതോ അന്നും അവൻ ഒഴിഞ്ഞു മാറിയിരുന്നു? അന്ന് നീ പറഞ്ഞതൊക്കെ സത്യമായിരുന്നോ? രക്ഷപ്പെട്ടു. ഇപ്പോഴാ കിളവി കാര്യത്തിലേക്ക് കടന്നത്. പറയും മോളെ, അന്ന് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും നടന്നോ? അങ്ങനെയെങ്കിൽ ദേവൻ ഇന്ന് ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അന്ന് എന്താ മോളെ നടന്നത്? അമ്മയോട് പറ മോളെ, പറ. അമ്മായിയുടെ സംശയം 100% ശരിയാ. അന്നൊന്നും നടന്നില്ല. നടക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഒത്തു വന്നില്ല അമ്മായി.
ദാമ്പത്യ ജീവിതം വിചാരിച്ച പോലെ തുടങ്ങിയില്ല. അന്ന് ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ഒത്തിരി വിഷമിക്കൂന്ന് കരുതി. അതാ ഞാൻ മിണ്ടാതിരുന്നത്. എന്തിനാ മോളെ അങ്ങനെ ചെയ്തത്? ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ ഒളിപ്പിക്കാൻ പാടുള്ളതാണോ? അപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊരു പോംവഴി കണ്ടെത്തില്ലായിരുന്നോ? എന്നോട് ക്ഷമിക്കമ്മായി. അന്നൊന്നും നടന്നില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ദേവേട്ടൻ എന്നെ സ്വീകരിക്കുമെന്ന് കരുതി. അത് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് പറയാതിരുന്നത്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല മോളെ. നിന്നെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവൻ പറഞ്ഞത്. ഇത്രയും നാളും ഞാൻ പറഞ്ഞതിനൊന്നും അവൻ എതിര് പറയാതിരുന്നപ്പോ എന്നെ അവൻ അനുസരിക്കുമെന്ന് ഞാൻ കരുതിയെ. പക്ഷെ എല്ലാം കേട്ടിരുന്നിട്ട് നിന്നെ ഇങ്ങനെ അവഗണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. വിട്ടുകളയമ്മായി. ഇത് ദേവേട്ടന്റെ തെറ്റൊന്നും അല്ല. ദേവേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കണ്ടേ അമ്മായി? വൈദേഹിയെ ദേവേട്ടൻ പ്രണയിച്ച് കല്യാണം കഴിച്ചതല്ലേ? അപ്പൊ ആ സ്നേഹവും നമ്മൾ മനസ്സിലാക്കണ്ടേ അമ്മായി? എന്നെ സ്വീകരിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ ഇപ്പൊ പറയുന്ന കാര്യങ്ങളല്ലേ? പക്ഷെ വൈദേഹിയോടുള്ള അതേ സ്നേഹം എനിക്കും നേടിയെടുക്കാൻ സാധിച്ചാൽ പിന്നെ ദേവേട്ടൻ ഒരു വൈദേഹിയെക്കുറിച്ചും ചിന്തിക്കില്ലല്ലോ. ദേവേട്ടന്റെ സ്നേഹം ഞാൻ നേടിയെടുക്കും അമ്മായി. അതോർത്ത് അമ്മായി വിഷമിക്കണ്ട. നിനക്കതിന് കഴിയുന്നു തോന്നുന്നുണ്ടോ മോളെ? ഇക്കാര്യത്തിൽ അമ്മായിക്ക് എന്നെ വിശ്വാസമില്ലെന്നോ? അതോ വൈദേഹിയെ സ്നേഹിക്കുന്ന ആള് എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു ഓർത്തിട്ടാണോ? അതിനൊക്കെ ഞാൻ വഴിയൊരുക്കിക്കോളാം. ദേവേട്ടന്റെ സ്നേഹം പിടിച്ചുപറ്റി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഒരു അനന്തരാവകാശി ഈ കുടുംബത്തിന് ഞാൻ തരും. കേൾക്കുമ്പോ തന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം? നിനക്കറിയാഞ്ഞിട്ടാ. ഈ കാര്യത്തിൽ ദേവന്റെ മനസ്സ് മാറ്റാൻ അത്ര എളുപ്പമല്ല. എളുപ്പമല്ലാന്നോ? ഒരു പെണ്ണുരുമ്പിട്ടിറങ്ങിയോ നിഷ്പ്രയാസം ഒരു പുരുഷനെ മാറ്റിയെടുക്കാൻ പറ്റും. അത് അമ്മായിക്ക് ചിലപ്പോ അറിയില്ലായിരിക്കും. അവൻ സാക്ഷാൽ ശ്രീരാമനെ പോലെയാ. അച്ഛന്റെ വാക്കിന് ഒരിക്കലും എതിര് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവൻ അച്ഛന്റെ വാക്കിനെ പോലും ധിക്കരിച്ചുകൊണ്ടാ മനസ്സിൽ മറ്റൊരാൾക്ക് സ്ഥാനം കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത്. ഇനി നീ വിചാരിച്ച മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മോളെ മാളവികയെ കുറച്ച് ഡോസ് കൂട്ടിക്കൊടുക്ക്. അമ്മായി, രാജാവ് ദശരഥൻ രാമനോട് വനവാസത്തിന് പോവാൻ പറഞ്ഞപ്പോ അച്ഛന്റെ വാക്ക് മാനിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയെങ്കിലും സീതയെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞിരുന്നെങ്കിൽ രാമൻ അനുസരിക്കുമായിരുന്നോ?